ഗായ്സ്, അപ്പോൾ നിങ്ങൾ പൻവേലിൽ വരികയാണെങ്കിൽ ഇതാ ഒരു അടിപൊളി ഹോട്ടലുണ്ട് നമ്മളെ. പിന്നെ ഈ ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യമായിട്ട് പ്രശ്നമുള്ള ആളുകൾക്ക് നമ്മളെ കേരള ഫുഡ് തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. നല്ല അടിപൊളി ഫുഡാണ്, നോ പ്രോബ്ലം. പൊറോട്ട എത്തിയിട്ടുണ്ട്. നമ്മളെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും രാവിലെ പിന്നെ മുട്ടക്കരാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അല്ലേ? സ്വർഗല്ലേ? നിങ്ങൾ പൻവേലിൽ വരികയാണോ അല്ലെങ്കിൽ മുംബൈയിൽ കൂടെ യാത്ര ചെയ്യുകയാണോ ഈ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്യാം. മലയാളി ഫുഡ് ഇവിടുന്ന് ഓർഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഓണർ. നിങ്ങളുടെ പേരെന്താ? അത് കുഴപ്പമില്ല. എവിടെ സ്ഥലം എന്ന് പറയും? കണ്ണൂര്. ഇവര് കണ്ണൂർ കേട്ടോ. ഇപ്പൊ നമുക്ക് ചായ ആണ് ലക്ഷ്യം. ചായ അപ്പൊ നമുക്ക് ഇനി പോവാം. ഈ ട്രെയിൻ വൈകാതെ പിടിക്കണം. അടുത്ത സ്ഥലം പിടിക്കണം. ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ തിയേറ്റർ. ഇന്നലെ രാത്രി പറഞ്ഞില്ലേ ആ തിയേറ്റർ. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്നും ആദ്യത്തെ പകലുള്ള വ്ളോഗ്. ഇനി നമുക്ക് ചായ കുടിക്കാൻ പോകണട്ടോ. ചായ നമ്മളെ ഈ ലോഡ്ജിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം സമയം 7:30 പക്ഷെ ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നുള്ളൂ. ചായക്കട വല്ലതും കിട്ടും നോക്കാം. ഇവിടെ ഈ ഫ്രൂട്ട്സിന്റെ ഷോപ്പൊക്കെ തുറന്നു കേട്ടോ. അത് ചായയാണോ അവിടെ? ഫാഷൻ പ്ലസ് ഭവാനി മെഡിക്കോ പനവേൽ. അപ്പൊ ഇതാണ് നമ്മള് താമസിച്ച പൻവേലിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവൂല. നമുക്ക് മഹാരാഷ്ട്രയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനുണ്ട്. അത് നെക്സ്റ്റ് വ്ളോഗിൽ അല്ലെങ്കിൽ അപ്കമിങ് വ്ളോഗിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ചായ ആണ് ലക്ഷ്യം. ചായ എടാ, ഇവിടെ ഒരു ഷോപ്പിൽ ചായ കിട്ടോ. ഇവിടെ പോയോ? എടാ, നമ്മളങ്ങനെ ഒരു ചായ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 7 രൂപയേ ഉള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ചായന്റെ ഗ്ലാസ് വളരെ ചെറുതാണ്. ഇതാണ് ചായ ഗ്ലാസ് കണ്ടോ, വളരെ ചെറുതാണ്. നമ്മളെ ഓഫീസ് ഉണ്ടോ, ബജാജ് അലയൻസിന്റെ ഓഫീസ് പൻവേലുള്ള ഒരു ബ്രാഞ്ചാണ് ഈ കാണുന്നത്, ഈ മുകളിലുള്ള. പക്ഷെ ഞാൻ പെട്ടെന്ന് ബജാജ് അലയൻസ് ലൈഫാണെന്ന് വിചാരിച്ചു. അല്ല, ജനറൽ ഇൻഷുറൻസ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരു ബ്രെഡിന്റെ പാക്കറ്റ് കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതില്ലെങ്കിൽ പ്രശ്നമാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ഈ സാധനം തപ്പി നടക്കുന്ന ഭയങ്കര വിഷയമാണ്. ഇന്നലെ ഒരു പാക്കറ്റ് വാങ്ങി, ഇന്ന് ഒന്നുകൂടെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ ഇന്നലെ ദേശീയ പതാക ഉയർത്തിയ സ്ഥലമാണ് അവിടെ കാണുന്നത്. ഇവിടെ ആളുകളൊക്കെ ഇവിടെ എന്താ പറയാ, എണീറ്റ് വരുന്നതേ ഉള്ളൂ. നമ്മൾ 2 കിടലൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പോവാം. ഇനി റോഡ് എടുത്തിട്ട് പോവാം. റോഡ് തന്നെ റോഡിൽ പോകാൻ. അങ്ങനെ വീണ്ടും നമ്മള് ലോഡ്ജ് എത്തിയിരിക്കുന്നു. ശുഭം ലോഡ്ജ്. പക്ഷെ ഇങ്ങനെ ഓപ്പൺ അല്ല, അങ്ങനെ കറങ്ങി വേണം റൂമിലേക്ക് എത്താൻ. എടാ, നമ്മളവിടെ മാത്രമല്ല കേട്ടോ തെരുവ് നായ്ക്കള്. നമ്മളവിടെ മാത്രമല്ല തെരുവ് നായ്ക്കള്. ഇവിടെ ഫുള്ള് അവനാണ്, ഒരു രക്ഷയില്ല. പുറത്തിറങ്ങോടൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നമുക്ക് ടാക്സി വേണം കേട്ടോ. നേരെ ഓട്ടോ പിടിക്കാം റെയിൽവേ സ്റ്റേഷൻ. 40 രൂപയാണ് നമ്മള്. അങ്ങനെ ഞങ്ങള് മഹാരാഷ്ട്രയുടെ പൻവേലിൽ നിന്നും ഇനി നമുക്ക് റൂമിൽ നിന്ന് റെയിൽവേക്കാട്ടാ പോള്, റെയിൽവേ സ്റ്റേഷൻ. ഞാനും റോഷനും ഇതാ. അതാ യാത്ര തിരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് മാത്തേരാൻ ട്രെയിൻ കയറി പോകണം. ഇതാണ് പൻവേലില് തിരിവ് കഴിച്ചു. സിറ്റി ക്ലിയർ ആട്ടോ. ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ക്ലിയർ അല്ലാത്തതുള്ളൂ. എടാ, പൻവേലില് ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡ് ഭയങ്കര റിച്ച് ആണ്. നേരെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ
ഒക്കെ ചെറിയ ചെറിയ വീടുകളുണ്ടോ, അതായത് ചെറിയ ഷെഡ് ഉണ്ടല്ലോ നമ്മളെ റൂം തന്നെ, ആ റൂമിൽ അതേപോലുള്ള സ്ഥലങ്ങളിലാണ് വീട്. തൊട്ടടുത്ത് തന്നെ, റോഡിന്റെ തൊട്ടടുത്ത്. പൻവേലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ഇവിടെ, മൂപ്പര ഹോട്ടലിലൂടെ, അന്നപൂർണ ഹോട്ടൽ കേട്ടോ. കണ്ടോ, ഒരു മലയാളി ബോർഡൊക്കെ ഉണ്ട് ഇവിടെ, ഫുള്ള് ഹിന്ദി. പോരാതാ മലയാളിസാ? ഇവിടെ മെയിൻ ബോർഡ് മൊത്തം കണ്ടോ, ഇംഗ്ലീഷ് ഹിന്ദി മാത്രം. പക്ഷെ നമ്മളെ ഒരു മലയാള പേര് കണ്ട, അന്നപൂർണ. ഫുഡുണ്ടോ ചോദിച്ചോ കേട്ടോ, ഫുഡുണ്ടോ ഇല്ല പോയി നോക്കാം. അന്നപൂർണ ഹോട്ടലില് നിങ്ങൾ ഭാഷയൊക്കെ അറിയാതെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങി പോകലട്ടോ. ഫുൾ മലയാളീസാണ്, ഫുൾ മലയാളീസ്. ഇതാണ് ഒരു ലിസ്റ്റ്. നമ്മളെ പൊറോട്ട, ചിക്കൻ കറി തുടങ്ങിയ എല്ലാ കറികളും. ഗായ്സ്, അപ്പോൾ നിങ്ങൾ പൻവേലിൽ വരികയാണെങ്കിൽ ഒരു അടിപൊളി ഹോട്ടലുണ്ട് നമ്മളെ. പിന്നെ ഈ ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യമായിട്ട് പ്രശ്നമുള്ള ആളുകൾക്ക്, നമ്മളെ കേരള ഫുഡ് തന്നെ വേണം എന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് ഇവിടെ ഹോട്ടൽ അന്നപൂർണേശ്വരി ഹോട്ടൽ ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും. ഞാൻ ആദ്യം തന്നെ ഇവിടുത്തെ ഏട്ടൻ പറഞ്ഞത്, പിന്നെ നമുക്ക് കിച്ചൺ നോക്കാം, ഓപ്പൺ കിച്ചൺ കാണാമെന്നാ പറഞ്ഞത്. ഓപ്പൺ കിച്ചണാണ്, നല്ല ഫുഡാട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചത്. ഇതാ കണ്ടോ, ഓപ്പൺ കിച്ചണാണ്. ഞാൻ ഉള്ളിലേക്ക് വല്ലാതെ കാണിക്കുന്നില്ല. നല്ല വൃത്തിൻ്റെ കേട്ടോ, ഫുൾ മലയാളീസാണ്. പിന്നെ ഡെലിവറി ചെയ്യുന്ന ആൾ മാത്രമാണ് ഒരു ഹിന്ദിക്കാരനുള്ളൂ, ബാക്കി സീനും കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഓണർ. ഞങ്ങളുടെ പേരെന്താ? അത് കുഴപ്പമില്ല. എവിടെ സ്ഥലം എന്ന് പറയും? കണ്ണൂര്. ഇവര് കണ്ണൂർ കേട്ടോ. 98 ഇവര് ആരംഭിച്ചതാണ് ഇവിടെ ഈ ഹോട്ടല്. അതെ, നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. റോഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫുഡ്. അപ്പൊ ഇതാണ് ഇവരുടെ കിച്ചൺ. കിച്ചൺ കേട്ടോ, ഓപ്പൺ കിച്ചണാണ്. നല്ല അടിപൊളി ഫുഡാണ്, നോ പ്രോബ്ലം. പൊറോട്ട എത്തിയിട്ടുണ്ട്. നമ്മളെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും. രാവിലെ പിന്നെ മുട്ടക്കരാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സ്വർഗല്ലേ? ഈ ഒരു ഫുഡ് ഇവിടെ പൻവേലിൽ വന്നിട്ട് കിട്ടുക പറഞ്ഞത് ഒരു സ്വർഗം തന്നെയാണ്. കാരണം ഇവിടെ ഫുള്ള് നമ്മളെ പാനിപ്പൂരി, മസാലപ്പൂരി, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. കേരള ഐറ്റംസ് ഏതൊക്കെ ഉണ്ട്? കേരള ഐറ്റംസ് കംപ്ലീറ്റ് അല്ലേ? പൊറോട്ട, ബിരിയാണി, പിന്നെ മീൻകറിയാണ് എല്ലാം ഉണ്ട്. ഫുൾ ഐറ്റംസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. അങ്ങനെ അതും കലാശ്. ഗായ്സ്, നിങ്ങൾ ഈ ബോർഡ് കണ്ടു ഇവരെ. നമ്മൾ മുംബൈയിൽ നിങ്ങൾ പൻവേലിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവർ ഒരുപാട് 2000-ലധികം ഏജൻസീസ് ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു QR കോഡ് കാണിക്കാം. ഈ QR കോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ കിട്ടും. അല്ലെങ്കിൽ ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പൻവേലിൽ വരികയാണോ അല്ലെങ്കിൽ മുംബൈയിൽ കൂടെ യാത്ര ചെയ്യുകയാണോ, ഈ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്യാം. മലയാളി ഫുഡ് ഇവിടുന്ന് ഓർഡർ ചെയ്യാം. ഓക്കെ.